കാലുകളിലോ കാൽപാദങ്ങളിലോ നീര് വരാറുണ്ടോ? വൈകുന്നേരമാകുമ്പോൾ നീരു കാരണം ചെരുപ്പ് കാലിൽ മുറുകുന്നതായി തോന്നാറുണ്ടോ? പലരും ഇത് അവഗണിക്കും. പക്ഷേ കാലിലെ നീര് പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും ആദ്യ ലക്ഷണമായിരിക്കാം. എന്തുകൊണ്ടാണ് കാലിൽ നീര് വരുന്നത്? അതെങ്ങനെ കുറയ്ക്കാം? പറഞ്ഞുതരാം. കാലിൽ നീര് വരുന്നതിന് പീഡൽ എഡിമ എന്നാണ് പറയുന്നത്. രക്തക്കുഴലുകളിൽ നിന്നും ഫ്ലൂയിഡ് പുറത്തേക്ക് വന്ന് കാലിലെ ടിഷ്യൂകളുടെ ഇടയ്ക്ക് അടിഞ്ഞുകൂടുമ്പോഴാണ് അവിടെ നീരുണ്ടാകുന്നത്. കാരണം നമ്മുടെ കാലുകൾ ഹൃദയത്തിൽ നിന്നും ഏറ്റവും താഴെയായതിനാൽ ഭൂഗുരുത്വാകർഷണത്തിന്റെ സ്വാധീനത്തിൽ ഫ്ലൂയിഡ് ആദ്യം അടിഞ്ഞുകൂടാൻ സാധ്യത കൂടുതലായുള്ളത് കാലുകളിലാണ്. അതുകൊണ്ടാണ് പലരിലും രാവിലേക്കാൾ വൈകുന്നേരം നീര് കൂടുതലായി അനുഭവപ്പെടുന്നത്. പക്ഷേ എല്ലാവർക്കും ഒരേ കാരണം കൊണ്ടല്ല ഈ നീരുണ്ടാകുന്നത്. ദീർഘനേരം നിൽക്കുന്ന ജോലിയുള്ളവർ, ഗർഭിണികൾ, അമിതവണ്ണമുള്ളവർ എന്നിവരിൽ ഇത് താൽക്കാലികമായി കാണാം. എന്നാൽ വെരിക്കോസ് വെയിൻ ഉള്ളവരിൽ കാലിൽ നിന്ന് രക്തം ശരിയായ രീതിയിൽ ഹൃദയത്തിലേക്ക് തിരിച്ചു പോകാതിരുന്നാലും കാലിൽ നീരുണ്ടാകാം. ഹാർട്ട് ഫെയിലിയർ ഉള്ളവരിൽ ഹൃദയം കാര്യക്ഷമമായി രക്തം പമ്പ് ചെയ്യാത്തതിനാൽ ശരീരത്തിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കാം. വൃക്കരോഗമുള്ളവരിൽ ഫ്ലൂയിഡ് ശരിയായി പുറത്തേക്ക് പോകാതെ ശരീരത്തിൽ അടിഞ്ഞുകൂടാം. കരൾ രോഗങ്ങൾ, ഹൈപ്പോതൈറോയിഡിസം, ചില ഹൃദ്രോഗത്തിനായുള്ള മരുന്നുകൾ, ചില രക്തസമ്മർദ്ദത്തിനായുള്ള മരുന്നുകൾ, സ്റ്റിറോയിഡുകൾ, ഹോർമോൺ അടങ്ങിയ മരുന്നുകൾ എന്നിവയും ഇതിന് കാരണമാകാം. ഇതെങ്ങനെ കുറയ്ക്കാം? വിശ്രമിക്കുമ്പോൾ കാലുകൾ ഹൃദയത്തിന്റെ ലെവലിനേക്കാൾ അല്പം ഉയർത്തി വെക്കുക. അമിതമായ ഉപ്പുള്ള ഭക്ഷണം കുറയ്ക്കുക. ശരീരഭാരം നിയന്ത്രിക്കുക. പക്ഷെ ഒരു പ്രധാന കാര്യം, ഒരു കാലിൽ മാത്രം പെട്ടെന്ന് നീര് വരിക, കടുത്ത വേദന, ചുവപ്പ്, കാലിന് ചൂട് കൂടുക, ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന എന്നിവ കൂടെയുണ്ടെങ്കിൽ അത് അടിയന്തര ചികിത്സ ആവശ്യമായ അവസ്ഥയായിരിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ സ്വയം ചികിത്സ ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കണം. കാലിലെ നീര് ചികിത്സിക്കുമ്പോൾ ഞാൻ ആദ്യം അതിന്റെ കാരണം കണ്ടെത്താനാണ് ശ്രമിക്കാറുള്ളത്. അത് വെറും ദീർഘനേരം നിന്നതുകൊണ്ടാണോ, വെരിക്കോസ് വെയിൻ കൊണ്ടാണോ, ഹൃദയം, വൃക്ക, കരൾ, തൈറോയിഡ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ എന്നെല്ലാം വിലയിരുത്തിയ ശേഷമാണ് ചികിത്സ തീരുമാനിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാലിലെ നീര് കുറയ്ക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ കുറച്ച് ലെഗ് എക്സസൈസുകൾ ഞാൻ കാണിച്ചു തരാം.